എലപ്പുള്ളിയിലെ ബ്രൂവറി വിവാദം കത്തി നിൽക്കുന്നതിനിടെ യുവജനതാദൾ എസിന്റെ സംസ്ഥാന പ്രവർത്തക സമിതി യോഗം കണ്ണൂരിൽ നടന്നിട്ടുണ്ട്. നമ്മളോടൊപ്പം സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി മഹേഷ് നമ്മളോടൊപ്പം ചേരുകയാണ്. ഈ ബ്രൂവറി വിഷയത്തിൽ എന്താണ് സംഘടനയുടെ ഒരു നിലപാട്? ബ്രൂവറി വിഷയത്തിൽ യുവജനതയ്ക്ക് കൃത്യമായിട്ടുള്ള നിലപാടുകളുണ്ട്. കാരണം ഞാൻ വരുന്നത് തന്നെ പാലക്കാട് ജില്ലയിൽ നിന്നാണ് വരുന്നത്. സ്വാഭാവികമായിട്ടും വെള്ളത്തിൻ്റെ വില അറിയുന്ന ആളുകളാണ് ഞങ്ങൾ. അതിൽ യുവജനതയ്ക്ക് കൃത്യമായിട്ടുള്ള ഒരു നിലപാടുണ്ട്. ആ നിലപാട് വെച്ചാൽ ഭൂഗർഭജലം ഉപയോഗിക്കാതെ അല്ലെങ്കിൽ ജലചൂഷണം നടത്താതെ കമ്പനി പ്രവർത്തിക്കുമെങ്കിൽ അത് ആ വ്യവസായത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. പക്ഷേ നിലവിലുള്ള ആശങ്ക, ആ പ്രദേശത്ത് നിലനിൽക്കുന്ന ആശങ്ക സർക്കാർ ആശങ്ക അകറ്റിക്കൊണ്ട് പദ്ധതിയുമായി മുന്നോട്ട് പോകണമെന്നാണ് ഞങ്ങളുടെ നിലപാട്. ഇപ്പോൾ നിലവിൽ കിട്ടിയ വിവരങ്ങളനുസരിച്ചും അറിയിപ്പുകളനുസരിച്ചും ഭൂഗർഭജലം ഉപയോഗിക്കാതെ തന്നെ കമ്പനി പ്രവർത്തിക്കുമെന്നാണ് കിട്ടിയ അറിവ്. അപ്രകാരമാണെങ്കിൽ വ്യവസായത്തിന് അത് സ്വാഗതം ചെയ്യുന്നു. ഒരു കാരണവശാലും ഭൂഗർഭജലം ഉപയോഗിക്കാനോ അവിടുത്തെ കർഷകർക്കും അതുപോലെ തന്നെ പ്രദേശവാസികൾക്കും ആ ജലത്തിൻ്റെ ഒരു ക്ഷാമം അനുഭവിക്കാൻ പാടില്ല. അത് സർക്കാർ ഉറപ്പുവരുത്തുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ജലക്ഷാമം ഉണ്ടാക്കാത്ത രീതിയിൽ കമ്പനി പ്രവർത്തിക്കുമെങ്കിൽ അത് സ്വാഗതാർഹമാണ്. അത് സർക്കാർ അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അക്കാര്യം മന്ത്രി എം പി രാജേഷ് വ്യക്തമാക്കിയിട്ടുമുണ്ട്. ഭൂഗർഭജലം ഉപയോഗിക്കില്ല. അവിടെ കഞ്ചിക്കോട്ടെ ഫാക്ടറിക്കൊക്കെ നൽകുന്ന വെള്ളം അതിൽ നിന്ന് ഒരു പങ്ക് മാത്രമാണ് ഉപയോഗിക്കുക എന്ന് മന്ത്രി വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ പാർട്ടിയിൽ ഇത് സംബന്ധിച്ച് വ്യത്യസ്ത അഭിപ്രായമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഇക്കാര്യം ഈ മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച വന്നപ്പോൾ അത് പാർട്ടിയിൽ പറഞ്ഞില്ല എന്നുള്ള രീതിയിൽ വലിയ തോതിലുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ടായി എന്ന് കേൾക്കുന്നുണ്ട്. യുവജനതാദൾ ഈ വിഷയത്തിലൊക്കെ നിങ്ങളുടെ ആശങ്ക പാർട്ടിയെ അറിയിച്ചിട്ടുണ്ടോ? തീർച്ചയായും ഇത് നിലവിൽ ഒരു പ്രചരിക്കുന്ന ഒരു വാർത്ത മാത്രമാണിത്. ഒരു തരത്തിലും വ്യത്യസ്ത അഭിപ്രായം ജനതാദളിൻ്റെ അകത്തില്ല. ജനതാദളിനും കൃത്യമായിട്ടുള്ള നിലപാടാണ്. ഈ വ്യവസായത്തെ പൂർണ്ണ തോതിൽ തന്നെ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ അവിടെ നിലനിൽക്കുന്ന ആശങ്ക ഉണ്ടെങ്കിൽ അത് സർക്കാർ പരിഹരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുക എന്ന് മന്ത്രി തന്നെ കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതൊരു സർക്കാരിൻ്റെ പോളിസിയുടെ ഭാഗമാണ്. സ്വാഭാവികമായിട്ടും ആ സർക്കാർ എടുക്കുന്ന നിലപാടിൽ യുവജനതയും സർക്കാരിനോടൊപ്പം ഉണ്ടാവും. നിലവിലുള്ള ആശങ്ക അകറ്റിക്കൊണ്ട് പദ്ധതിയുമായി മുന്നോട്ട് പോകണമെന്ന് മാത്രമേ യുവജനതയ്ക്ക് സൂചിപ്പിക്കാനുള്ളൂ. എന്തായാലും ഈ ഭൂഗർഭജലം ഉപയോഗിക്കില്ല എന്ന് മന്ത്രി പറഞ്ഞത് സ്വാഗതം ചെയ്യുകയാണ്, ഇതിന് പിന്തുണ നൽകുകയാണ്. അതെ, എം പി രാജേഷ് മിനിസ്റ്റർ അടക്കമുള്ള മന്ത്രിമാർ, കൃഷ്ണൻകുട്ടി മിനിസ്റ്ററും എം പി രാജേഷ് മിനിസ്റ്ററും അടക്കമുള്ള ആളുകൾ കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു കാരണവശാലും ഭൂഗർഭജലം ഉപയോഗിക്കില്ല. മാത്രമല്ല മഴവെള്ള സംഭരണി സാധ്യമായ രീതിയിലൊക്കെ അതിനെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടും അതുപോലെ തന്നെ കിൻഫ്രയ്ക്ക് നൽകുന്ന വെള്ളത്തിൽ ഒരു ചെറിയൊരു തോതിൽ ഇതിനും ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ പദ്ധതി നടക്കുള്ളൂ എന്നാണ് മന്ത്രിയും കൃഷ്ണൻകുട്ടി മിനിസ്റ്ററും ഒക്കെ സൂചിപ്പിച്ചിട്ടുള്ളത്. അത് സ്വാഗതാർഹം. അത് ജനങ്ങളുടെ ആശങ്ക അകറ്റാൻ പാകമുള്ള മറുപടിയാണ് എന്നാണ് യുവജനത കരുതുന്നത്. ഈ ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് വലിയ രീതിയിൽ ഈ സ്പിരിറ്റിൻ്റെ ഒക്കെ ആവശ്യം ഉണ്ട്. ഏതാണ്ട് 42,000 കോടി രൂപയുടെ സ്പിരിറ്റ് ഇറക്കുമതി ചെയ്യുന്നു എന്നൊക്കെയാണ് മന്ത്രി കണക്കുകൾ സഹിതം വ്യക്തമാക്കുന്നത്. അത് മഹാരാഷ്ട്രയിൽ നിന്നും കർണാടകയിൽ നിന്നും ഒക്കെ ഇറക്കുമതി ചെയ്യുന്നു. അത് ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു സംവിധാനം ഇവിടെ ഉണ്ടാക്കുമ്പോൾ അതിനെതിരായ വിമർശനത്തിന് കാരണം എന്താണെന്നാണ് സംശയിക്കുന്നത്. യുവജനതകൾ സംശയിക്കുന്നത് തീർച്ചയായിട്ടും ഇതിൻ്റെ പുറത്ത് ആരോപണം ഉയർത്തുന്ന പ്രതിപക്ഷ പാർട്ടികൾ, പ്രത്യേകിച്ച് മുഖ്യധാര പാർട്ടിയായ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടികൾ, അവർക്ക് സ്വാധീനമുള്ള അവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്നും അവരുടെ തന്നെ നേതാക്കന്മാർ ഇതിൻ്റെ മുതലാളിമാരായിട്ടുള്ള കമ്പനിയിൽ നിന്നാണ് ഇപ്പം നിലവിൽ നമ്മുടെ കേരളത്തിലേക്ക് സ്പിരിറ്റ് വരുന്നത്. അതിലൊരു ആശങ്ക കൊണ്ടാവാം ചിലപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാതെ കോൺഗ്രസ് പോലെയുള്ള സംഘടനകൾ പ്രതികരിക്കുന്നത്. ആ സ്പിരിറ്റ് ലോബിയെ സഹായിക്കാൻ മാത്രമേ അതിന് ഉതകൂ എന്നാണ് ഞങ്ങൾ വിലയിരുത്തുന്നത്. ഇതിൽ കൃത്യമായിട്ടുള്ള ജനതാദളിനും യുവജനതാദളിനും കൃത്യമായിട്ടുള്ള നിലപാടുണ്ട്. ജനതാദളിൻ്റെ നിലപാട് കഴിഞ്ഞ ദിവസം സ്റ്റേറ്റ് കമ്മിറ്റി കൂടി പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ പത്രക്കുറിപ്പിലൂടെ ഇറക്കിയിട്ടുണ്ട്. സർക്കാരിൻ്റെ വ്യവസായ പ്രോത്സാഹനത്തിന് ജനതാദളും യുവജനതാദളും സർക്കാരിനോടൊപ്പം ഉണ്ടാവുമെന്നാണ് ഞങ്ങൾ സൂചിപ്പിക്കാനുള്ളത്. പാലക്കാട്ട് നിന്നുള്ള ഒരു നേതാവ് കൂടിയാണല്ലോ. നമ്മളിപ്പോൾ കണ്ണൂരിൽ നിന്നൊക്കെ സംസാരിക്കുമ്പോൾ കണ്ണൂരിലുള്ള ആളുകൾക്കൊക്കെ ആശങ്കയുണ്ടാകും. പാലക്കാട്ട് വലിയ ഒരു മഴനിഴൽ പ്രദേശം കൂടിയാണ് ഈ എലപ്പുള്ളി എന്ന് കേൾക്കുന്നുണ്ട്. ഇത്തരം
പ്രദേശത്ത് ഇത്തരത്തിലുള്ള ഒരു ബ്രൂവറി വരുമ്പോൾ അത് വലിയ തോതിലുള്ള പ്രയാസമുണ്ടാകും, കർഷകർക്ക് വെള്ളം കിട്ടാത്ത, കുടിവെള്ളം കിട്ടാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും എന്നുള്ള രീതിയിലാണല്ലോ പ്രചരണം നടക്കുന്നത്. പാലക്കാട്ടെ ഒരു നേതാവ് എന്നുള്ള രീതിയിൽ സംസ്ഥാനത്തെ നേതാക്കളോട്, പ്രത്യേകിച്ച് കണ്ണൂരിലെ ആളുകളോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അല്ലെ, ഭൂഗർഭജലം ഉപയോഗിക്കുകയാണെങ്കിൽ മാത്രമേ ആ ഒരു ജലക്ഷാമം പ്രശ്നമുള്ളൂ. മഴവെള്ളം സംഭരണം നടത്തി ആ വെള്ളം ഈ കമ്പിൻ്റെ ആവശ്യത്തിന് ഉപയോഗിക്കുകയാണെങ്കിൽ യാതൊരു പ്രയാസവുമില്ല. ഈ ഭൂഗർഭജലം ഉപയോഗിക്കില്ല എന്ന് കൃത്യമായിട്ടുള്ള സ്റ്റാൻഡാണ് സർക്കാരിൻ്റെ. അപ്പോൾ ആ സ്റ്റാൻഡുമായിട്ട് കമ്പനി മുന്നോട്ട് പോവുകയാണെങ്കിൽ ജനങ്ങൾക്ക് ഒരു ആശങ്കയും പെടേണ്ടതില്ല. കാരണം അവിടെ മഴനില പ്രദേശമായ വടകരപ്പതി, എരുത്തേമ്പതി, എലപ്പുള്ളി പഞ്ചായത്തിലേക്ക് അത് വരുന്നില്ല. വടകരപ്പതി, എരുത്തേമ്പതി, കൊഴിഞ്ഞാമ്പാറ പോലുള്ള അതിർത്തി പ്രദേശങ്ങളിലാണ് കൂടുതലായിട്ട് മഴനിഴൽ പ്രദേശമായി സർക്കാർ കണക്കാക്കുന്നതും സർക്കാർ രേഖകൾ കൊണ്ടും കാണുന്നത്. പക്ഷേ എലപ്പുള്ളി പഞ്ചായത്ത് എന്നിരുന്നാലും അതിൻ്റെ തൊട്ട് കിടക്കുന്ന പഞ്ചായത്ത് നിലയ്ക്ക് കൃത്യമായിട്ടുള്ള നമുക്കുള്ള ആശങ്ക ഭൂഗർഭജലം ഉപയോഗിക്കുമോ എന്നതാണ്. എന്നാൽ സർക്കാർ കൃത്യമായിട്ട് നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്, ഭൂഗർഭജലം ഉപയോഗിക്കില്ല. അതോടുകൂടി ആശങ്കയ്ക്ക് വിരാമം ഇടുകയാണ്. അത് ഒഴികെയുള്ള മറ്റ് വിഷയങ്ങൾ സംസ്ഥാന കമ്മിറ്റി ഇന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് ചർച്ച ചെയ്തത്? തീരുമാനങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? പുതിയ പ്രക്ഷോഭത്തിലേക്കോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളിലേക്കോ ഒക്കെ തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടോ? ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ നിരാശാജനകമായിട്ടുള്ള ഒരു ദിവസമായിട്ടാണ് നമ്മൾ യോഗം തന്നെ വിലയിരുത്തിയത്. കാരണം ഇന്ന് നമ്മുടെ ബഡ്ജറ്റിൽ നമ്മൾ പ്രതീക്ഷിച്ച പോലെയുള്ള ഒരു വിഹിതം കേരളത്തിന് നൽകിയിട്ടില്ല. കേരളത്തെ ആകമാനം തന്നെ എന്താ പറയുക, മാറ്റി നിർത്തുന്ന രീതിയിൽ, വേർതിരിച്ചു നിർത്തുന്ന തികച്ചും രാഷ്ട്രീയ ലക്ഷ്യം മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് കേന്ദ്ര ബഡ്ജറ്റിൽ കേരളത്തിനെ അകറ്റി നിർത്തുന്ന രീതിയിലാണ് ഇത്. കേന്ദ്ര ബഡ്ജറ്റ് വളരെ നിരാശാജനകമാണ്. കാരണം വയനാട് പോലുള്ള ദുരന്തം ലോകം തന്നെ നെട്ടിവിറച്ച സംഭവമാണ്. ലോകശ്രദ്ധ പിടിച്ചുപറ്റിയ ഒരു ദുരന്തത്തിൽ ആ ദുരന്തത്തിൽ താങ്ങായി നിൽക്കേണ്ട സർക്കാർ ആ ജനതയെ അകറ്റി നിർത്തുന്ന പ്രവൃത്തിയാണ് ഈ ബഡ്ജറ്റിലൂടെ കാണുന്നത്. അത് പ്രതിഷേധാർഹമാണ്. അതിൻ്റെ പ്രതിഷേധ പരിപാടികളെക്കുറിച്ച് യോഗം ചർച്ച ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ജില്ലാ കൺവെൻഷനുകളും സംസ്ഥാന കൺവെൻഷനും നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഏപ്രിൽ മാസം അവസാനത്തോടുകൂടി സംസ്ഥാന കൺവെൻഷൻ നടത്തും. അതിനു മുമ്പ് ജില്ലാ ഘടകങ്ങളും നിയോജക മണ്ഡലം കൺവെൻഷനുകളൊക്കെ പൂർത്തീകരിച്ചുകൊണ്ട് സംസ്ഥാന കൺവെൻഷനിലേക്കാണ് യുവജനത. ബ്രൂവറിയിലേക്ക് ഒരിക്കൽ കൂടി വന്നാൽ നിങ്ങളുടെ ഘടകകക്ഷിയായ RJD ഇപ്പോൾ വലിയ തോതിലുള്ള പ്രതിഷേധം ഉയർത്തുകയാണ്. വർഗീസ് ജോർജൊക്കെ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉയർത്തുന്നത്. LDFിൽ നിന്നുകൊണ്ട് LDFിൻ്റെ നയപരിപാടികളെ എതിർക്കുന്നത് ശരിയായ നിലപാടാണോ? സ്വാഭാവികമായിട്ടും അവർക്ക് ഇടതുപക്ഷ LDFിൻ്റെ യോഗത്തിൽ ആ ആശങ്ക പുറത്തു വന്ന് ഉന്നയിക്കുന്നതിൻ്റെ പകരം LDF യോഗത്തിൽ ആ ആശങ്ക ഉന്നയിക്കാമായിരുന്നു. എന്നിരുന്നാലും അവർക്കുള്ള ഒരു ആശങ്ക LDFിൽ ചർച്ച ചെയ്യുന്നതോടുകൂടി പരിഹരിക്കപ്പെടുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർക്കത് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരുടെ പ്രതിഷേധ സ്വരത്തിൽ നിന്ന് അവർ പുറകോട്ട് പോകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സമാനമായി തന്നെയാണ് CPIയുടെയും നിലപാട്. അല്ല, CPI ആ വിഷയത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ട് വരികയാണ്. അവർക്കൊരു ഈ വ്യവസായം വരരുത് എന്നൊരാഗ്രഹം അവർക്കില്ല. അവരും ഇതുപോലെ തന്നെ ഒരു ആശങ്ക, അവരുടെ പ്രവർത്തകർ, അവരുടെ ജില്ലാ ഘടകങ്ങൾ ഉന്നയിക്കുന്ന ആശങ്ക സംസ്ഥാന കമ്മിറ്റി പഠിക്കാൻ വേണ്ടി 2 മന്ത്രിമാരെ ചുമതലപ്പെടുത്തിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ പഠനം പൂർത്തിയാക്കുന്നതോടുകൂടി ആശങ്ക അകന്നു പോകുമെന്നാണ് ഞാൻ. ആശങ്ക അകറ്റി എന്തായാലും ബ്രൂവറി വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായും സർക്കാരിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ്. അത് വന്നാൽ ആയിരക്കണക്കിന് ആളുകൾക്ക്, യുവാക്കൾക്ക് തൊഴിൽ ലഭിക്കുന്ന ഒരു മേഖലയാണ്. വലിയ രീതിയിൽ പിന്നെ സർക്കാരിന് തന്നെ സാമ്പത്തിക ശേഷി വർദ്ധിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. അത് പ്രത്യേകിച്ച് യുവാക്കൾക്ക് തൊഴിൽ ലഭിക്കുന്ന ഒരു സാഹചര്യം ബ്രൂവറി വരുന്നതോടുകൂടി ഉണ്ടാവും. സ്വാഭാവികമായിട്ടും അത് വരുമെന്നാണ് യുവജനതാൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, ഈ ഒരു ആശങ്ക ജനങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് അകറ്റിക്കൊണ്ട് വേണം പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ. എന്തായാലും എലപ്പള്ളി പഞ്ചായത്തിലെ ഈ ബ്രൂവറിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് വലിയ തോതിലുള്ള രാഷ്ട്രീയ പ്രചരണങ്ങളും അതോടൊപ്പം തന്നെ വിവാദങ്ങളും ഒക്കെയാണ് നടക്കുന്നത്. മന്ത്രി MP രാജേഷ് ഇത് കൃത്യമായി തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. ഭൂഗർഭജലം ഒരു തരത്തിലും അവിടെ ഉപയോഗിക്കില്ല എന്ന ഉറപ്പ് മന്ത്രി നൽകിയിട്ടുണ്ട്. ആ ഉറപ്പിൽ വിശ്വസിക്കുകയാണ് യുവ ജനതാദളും. കണ്ണൂരിൽ നടന്ന ഇന്നത്തെ ഇവരുടെ സംസ്ഥാന കമ്മിറ്റി യോഗവും ഇക്കാര്യം വിശദമായി സംസാരിച്ചിട്ടുണ്ട്, ചർച്ച ചെയ്തിട്ടുണ്ട് എന്നാണ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് T മഹേഷ് വ്യക്തമാക്കുന്നത്. എന്തായാലും യുവ ജനതാദൾ പിന്തുണയ്ക്കുകയാണ് ഈ പദ്ധതിയെ. യുവതിയുവാക്കൾക്ക് തൊഴിൽ കിട്ടുന്ന ഒരു പദ്ധതി എന്നുള്ള രീതിയിൽ അതിനെ പിന്തുണയ്ക്കുകയാണ്. ഭൂഗർഭജലം ഉപയോഗിക്കില്ല എന്ന ഉറപ്പ് സംസ്ഥാന സർക്കാർ നൽകിയതിനെ അവർ മുഖവിലക്ക് എടുക്കുകയും ചെയ്യുന്നുണ്ട്. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ബിജു അഴീക്കോടിനൊപ്പം മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.